കളിയിൽ മാത്രമല്ല സ്കൂൾ എഡ്യൂക്കേഷനിലും നമ്പർ 1 ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഓൾ ഇന്ത്യ ലെവലിലും നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വർഷവും രണ്ടാമത്തെ ജന്മടി കോൺഗ്രസിൻ്റെ നമസ്കാരം. സ്നേഹബഹുമാനമുള്ള നേതൃത്വം കൊടുക്കുന്ന ബാധ്യതൻ ദിനാദാസ കർമ്മ ചാരിറ്റി ട്രസ്റ്റ് കുറച്ചുപേർക്കറിയാം. കർമ്മ എന്നൊരു ചാരിറ്റി ട്രസ്റ്റ് നമ്മുടെ മഹാദേവ സാറാണ് അതിൻ്റെ നേതൃത്വം നയിക്കുന്നത്. എൻ്റെ വാർഡിൽ എന്നെ ധാരാളം സഹായിക്കുന്നൊരു മനുഷ്യനാണ് ഇതായിരിക്കുന്ന മഹാദേവ സാർ. ഒരു ചാരിറ്റി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ വലിയശാല അംഗനവാടിയിൽ ആണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അവിടെയുള്ള എല്ലാ പ്രോഗ്രാമിനും സാറ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന നിരവധി കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിക്കോപ്പുകളും ഉപകരണങ്ങളും അംഗൻവാടിയിൽ. അതുമാത്രമല്ല മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ സാറ് എന്നെ സഹായിക്കാറുണ്ട്. വാർഡിലെ ഈ പറഞ്ഞ പോലെ ഭജൻ മന്ദിരത്തിൻ്റെ കണ്ണൻ ഭജൻ മന്ദിരത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ. അല്ലാതെ തന്നെ വലിയ വാർഡിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഒരു പ്രദേശത്തിൽ ചെറുപ്പക്കാർ വൈദ്യുതി പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് കായിക പരിശീലനം നൽകാമെന്ന് ചെറിയ കാര്യം വലിയൊരു ദൗത്യം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ കഴിയുന്ന സമയത്ത് നമ്മുടെ പരിസരം തന്നെയുള്ള അന്നത്തെ ഫ്രണ്ട്സ് എന്നറിയപ്പെടുന്ന ക്ലബിൻ്റെ സാമ്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. എൻ്റെയൊക്കെ സുഹൃത്തുക്കളാണ്. അന്ന് പുള്ളിക്കാരനാണ് ായില്ല. പക്ഷെ കണ്ണനൊക്കെ വളരെ സ്റ്റേറ്റ് ലെവലിൽ വരെ കളിക്കാൻ പോയിട്ടുള്ള നല്ല കായിക താരങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ജോലി കിട്ടിയ താരങ്ങൾ കളിച്ച ഗ്രൗണ്ടാണ്. നിരവധി ഡിപ്പാർട്ട്മെൻറ്റ് ടൈറ്റാനിയം അടക്കമുള്ള കേരള പോലീസിൻ്റെ ടീമിനടക്കം കളിച്ചിട്ടുള്ള കായിക താരങ്ങൾ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിനാകെ ഒരു സന്ദേശം നൽകാൻ കഴിയുന്നതാണ് അവിടുത്തെ കായിക അഭ്യാസങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫുട്ബോളൊക്കെ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ മെഡൽ നേടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമാണ്. നമ്മളെ വലിയശാലയിൽ പുതിയ പുതിയ കായിക താരങ്ങൾ വളർന്നു വരികയാണ്. പിന്നെ മറ്റൊരാളാണ് നമ്മൾ വളരെ മുമ്പ് തന്നെ വളരെ കുട്ടിക്കാലം തന്നെ കൊണ്ട് നടന്നൊരു കുട്ടിയാണ് ശ്രേയ കൃഷ്ണൻ എന്ന് പറഞ്ഞത്. ഇപ്പം ക്യാമറമാനായിട്ട് റിപ്പോർട്ടറായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ തന്നെയാണ് വളരെ കൊച്ചിലെ തന്നെ നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ശ്രേയ കൃഷ്ണയെ. ഇപ്പോൾ വളർന്ന് റിപ്പോർട്ടറായി നമ്മളെ കൂടെ നിൽക്കുകയാണ്. ശ്രേയാകൃഷ്ണൻ അങ്ങനെ തന്നെയാണ്. പഠനത്തിനും മിടിക്കുകയാണ്. എല്ലാ വിഷയത്തിനും 10ാം ക്ലാസ്സിൽ A+1 പാസ്സാവുകയും തുടർന്നുള്ള പഠനത്തിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ വലിയ താല്പര്യപൂർവ്വം നിന്നുകൊണ്ട് യുവജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് സഹകരിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാളാണ് ശ്രേയാകൃഷ്ണൻ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ആകെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ അനുഭവങ്ങൾ. ഇനി നമുക്ക് പ്രതീക്ഷ എന്നുള്ള ഇവിടെ കളിച്ചു വളരുന്ന പുതിയ കുട്ടികളെ സംബന്ധിക്കുക നിങ്ങളുടെ പഠനത്തിൽ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ പഠനത്തോടൊപ്പം സ്പോർട്സിനെ കൂടെ കണ്ടുകൊണ്ട് പഠനത്തിൻ്റെ ഭാഗമായി സ്പോർട്സിന് ഉപയോഗിക്കണം. അല്ലാതെ 24 മണിക്കൂറും കളിക്കാരനായതുകൊണ്ട് ഒരു ഉന്നതിയിലെത്താനും കഴിയില്ല. ആ കളിക്കാരനാരും തിരിച്ചറിയാതെ പോകും. ഉന്നതിയിലെത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരും തിരിച്ചറിയാതെ പോകും. പക്ഷേ അവന് വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ അവൻ സമൂഹത്തിൽ വലിയൊരു മാറ്റം അവൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടാവും. അവന് സമൂഹത്തിന് ഗുണമുണ്ടാവും. അവൻ നാട്ടിലാകെ അറിയപ്പെടുന്ന നല്ലൊരു കായിക താരമായിട്ടും കൂടെ മാറാൻ കഴിയും. മറ്റ് ഈ വിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്ന ധാരാളം കായിക താരങ്ങൾ നമ്മുടെ നഗരത്തിലുണ്ടെന്നുള്ളതാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് ഉന്നതിയിലെത്താൻ കഴിയാത്ത ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്നേ കണ്ണനക്കറിയാം കളിച്ചു വളർന്നിട്ടുള്ള കായിക താരങ്ങളുണ്ടായിട്ടുള്ള ഗ്രൗണ്ടാണ്. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉന്നതിയിലെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അവരാരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള വലിയൊരു പ്രയാസകരമായ അനുഭവം നമ്മുടെ മുമ്പിൽ പലരുണ്ട്. നമുക്ക് ഇവിടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് വളരെ അനുഭവമുള്ള ചില ചേട്ടന്മാരുടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം വിദ്യാഭ്യാസം കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ മാനേജ് ചെയ്യണം. വിദ്യാഭ്യാസം നല്ല പഠിക്കുക, അതിനോടൊപ്പം ഈ സ്പോർട്സിനെ കൂടെ കണ്ടുകൊണ്ട് നല്ല കായിക താരങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം നേതൃത്വം ബാലിചേട്ടൻ പറയാതിരിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം ചെന്നൈയിലാണ് കൂടുതൽ സമയം. അദ്ദേഹം ഒരു മാസം ഒരു 2 പ്രാവശ്യം എന്നെ വിളിക്കാറുണ്ട്. ചെന്നൈയിലാണെങ്കിൽ പോയി വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇവിടെ എന്തെങ്കിലും വിശേഷിച്ച് പ്രോഗ്രാം ഞാൻ എൻ്റെ വാർഡിലെ ഗ്രൂപ്പിലൊക്കെ ചേട്ടനെ കൂടെ ആടിയിട്ടുണ്ട്. അത് കണ്ടിടത്ത് എന്നെ വിളിച്ച്
കൃഷ്ണകുമാർ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമുക്ക് അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ഇമ്പ്രഷൻ രൂപത്തിൽ എന്നോട് സംസാരിക്കാറുണ്ട്. ഈ പ്രോഗ്രാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറിഞ്ഞിരുന്ന സമയത്തും നമ്മളൊരു തുടക്കമായിരുന്നു. അപ്പം ഒരു ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയതാണ്. പക്ഷേ ഇത്തവണ ചേട്ടൻ ചെന്നൈ ആയിരുന്നുകൊണ്ട് എന്നെ വിളിച്ചില്ല, കൃഷ്ണകുമാർ നമുക്ക് ഈ വർഷം നമുക്കിതിന് കൊടുക്കണം, ഒരു ഡേറ്റ് കൃഷ്ണകുമാറിൻ്റെ ഡേറ്റ് പറയണം, നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തേനും കുറേ കൂടെ ഡെവലപ്പായിട്ട് നമുക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതൊരു താല്പര്യമാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്ന, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളം ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ മനസ്സുകളുണ്ടാകണമെന്നേ, എല്ലാ സൗഭാഗ്യമുള്ളവർ ഇതിനൊന്നും മനസ്സില്ലാത്തവരുണ്ടാവും, സാമ്പത്തികമായിട്ടും ഒക്കെ ശേഷിയുള്ളവരുണ്ടാവും, പക്ഷെ മനസ്സില്ലാത്തവരുണ്ടാവും. അപ്പം സാമ്പത്തികമല്ല ഇതിൻ്റെ, മനസ്സുണ്ടെങ്കിൽ ഇതിനെല്ലാം സാമ്പത്തികം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനൊരു മനസ്സുണ്ടാകും. ആ മനസ്സിന് ഉടമകളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും. ജനാർദ്ദൻ സാറായിരുന്നാലും ലക്ഷ്മണൻ സാറായാലും മഹാദാസ് സാറാണ്, പിന്നെ ഇതിൻ്റെ ഒരു ഉസ്താദാണ്. ഈ കാര്യങ്ങളിലെല്ലാം വളരെ ഇടയ്ക്ക് വളരെ സുഖമില്ലാത്തൊരു സ്റ്റേജ് വന്നിട്ടും ഒരു സപ്പോർട്ടിങ് ആവേണം. ആ ഒരു ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്കിങ്ങനെ ഇതിൻ്റെ പേരിൽ കൂട്ടാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വലിയൊരു മനസ്സും കൂടെയാണ്. എന്തായാലും ഈ സംരംഭം തുടർന്ന് നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല മനസ്സിന് ഉടമകൾക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ അനുഭവത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം ആദ്യം കൗൺസിലറിന് നന്ദി പറയാണ്. എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, 25 കൊല്ലമായിട്ട് ജനറൽ വാർഡ് നമ്പർ 9 ആരോഗ്യമില്ലാത്ത പാവങ്ങൾക്ക് ദൈവം എന്നെക്കൊണ്ട് ഞങ്ങളുടെ സംഘടനയെക്കൊണ്ട് മാതാവിൻ്റെ ചാക്ക് കുടിച്ച് ആഹാരം കുടിക്കാം. ഇതാണ് അതിൻ്റെ